നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. യൂറോപ്പിൽ ജോലി ചെയ്യണമെന്ന സ്വപ്നമുണ്ടോ? ജർമ്മനി, പോളണ്ട്, നെതർലാൻഡ്സ് എന്നിവയ്ക്ക് പിന്നാലെ ഇപ്പോൾ മലയാളികൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന രാജ്യമാണ് സ്ലോവാക്യ. ഓട്ടോമൊബൈൽ നിർമ്മാണം മുതൽ വെയർഹൌസ്, വെൽഡിംഗ്, CNC മെഷീൻ ഓപ്പറേഷൻ, ഹോട്ടൽ ജോലികൾ വരെ നിരവധി മേഖലകളിൽ തൊഴിലാളികളെ തേടുകയാണ് സ്ലോവാക്യ കമ്പനികൾ. ചില ജോലികളിൽ മുൻപരിചയം നിർബന്ധമില്ല. താമസ സൗകര്യം, ഓവർടൈം, ഷെൻഗൻ രാജ്യത്ത് ജോലി ചെയ്യാനുള്ള അവസരം ഇവയെല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന രാജ്യമാണ് സ്ലോവാക്യ. ഇന്ന് ഈ വീഡിയോയിൽ യഥാർത്ഥ ജോലികൾ, ശമ്പളം, അപേക്ഷിക്കേണ്ട സ്ഥാപനങ്ങൾ, ഔദ്യോഗിക വെബ്സൈറ്റുകൾ, തട്ടിപ്പുകൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എല്ലാം വിശദമായി നോക്കാം. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യം, ഷെൻഗൻ മേഖലയിലെ രാജ്യം, കാർ നിർമ്മാണ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന്. ഇന്ത്യ, നേപ്പാൾ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ നിയമിക്കുന്ന പ്രവണത. ജീവിത ചെലവ് പടിഞ്ഞാറൻ യൂറോപ്പിനെ അപേക്ഷിച്ച് കുറവ്. ഇതെല്ലാം ഇപ്പോൾ സ്ലോവാക്യയിൽ തൊഴിലന്വേഷകരുടെ ഡിമാൻഡ് കൂടാൻ കാരണമായിട്ടുണ്ട്. പ്രധാന തൊഴിൽ മേഖലകൾ. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളോഹരി കാറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് സ്ലോവാക്യ. ഫോക്സ് വാഗൺ, കിയ, പ്യൂഷോ, വോൾവോ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പ്ലാന്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മേഖലയിൽ പ്രൊഡക്ഷൻ ഓപ്പറേറ്റർമാർക്ക് മികച്ച തൊഴിലവസരങ്ങളാണ് ഉള്ളത്. പ്രധാന വിവരങ്ങൾ: ജോലി, അസംബ്ലി ലൈൻ വർക്ക്, കാർ പാർട്സ് നിർമ്മാണം, ഗുണനിലവാര പരിശോധന എന്നിവയാണ്. ശമ്പളം പ്രതിമാസം 1000 യൂറോ മുതൽ 1800 യൂറോ വരെ, അതായത് 1,10,000 രൂപ മുതൽ 1,98,000 രൂപ വരെ മാസ ശമ്പളം ലഭിക്കും. ഇതിൻ്റെ കൂടെ ഓവർ ടൈമും ഉണ്ടായിരിക്കും. ജോലി പരിചയമുള്ളവർക്ക് ഇതിൽ കൂടുതൽ ശമ്പളം ഉണ്ടായിരിക്കും. ആനുകൂല്യങ്ങൾ പറയുന്നത് സാധാരണയായി സൗജന്യ താമസം, സൗജന്യ ഭക്ഷണം അല്ലെങ്കിൽ അലവൻസ്, ബോണസുകൾ എന്നിവ ഓരോ കമ്പനികളും നൽകാറുണ്ട്. പിന്നെ വെയർഹൌസ് വർക്കറുടെ ഒഴിവുകളുണ്ട്. പാക്കിംഗ്, സ്കാനിംഗ്, ലോഡിംഗ്, ഡെസ്പാച്ച് എന്നിവയാണ്. ശമ്പളം 1100 യൂറോ മുതൽ 1500 യൂറോ വരെ, അതായത് 1,21,000 രൂപ മുതൽ 1,65,000 രൂപ വരെ. CNC മെഷീൻ ഓപ്പറേറ്ററുടെ ഒഴിവുകളുണ്ട്. CNC മില്ലിംഗ്, CNC ടേണിംഗ്, മെഷീൻ സെറ്റപ്പ്. ശമ്പളം 1,500 മുതൽ 2,200 യൂറോ, 1,63,500 മുതൽ 2,42,000 വരെ മാസശമ്പളം. വെൽഡർക്ക് ശമ്പളം വരുന്നത് 1,74,400 രൂപ മുതൽ 2,72,500 രൂപ വരെയാണ്. ഇലക്ട്രീഷ്യൻ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യനുണ്ട്. 1,700 യൂറോ മുതൽ 2,400 യൂറോ, അതായത് 1,86,150 രൂപ മുതൽ 2,62,800 രൂപ വരെ. പിന്നെ കൺസ്ട്രക്ഷൻ വർക്കർ, മേസൺ, കാർപ്പൻ്റർ, സ്റ്റീൽ ഫിക്സർ, പെയിൻറ്റർ എന്നിവർക്ക് പ്രതിമാസം ഏകദേശം 800 മുതൽ 2,500 യൂറോ വരെ, അതായത് 87,948 മുതൽ 2,74,837 രൂപ വരെ പ്രതിമാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. യോഗ്യതയ്ക്കും പ്രവൃത്തി പരിചയത്തിനും അനുസരിച്ച് എമൗണ്ട് വ്യത്യാസപ്പെടാം. മിക്ക കമ്പനികളും സൗജന്യ താമസവും ചിലപ്പോൾ ഭക്ഷണവും യാത്രാ സൗകര്യങ്ങളും നൽകാറുണ്ട്. പിന്നെ ഹോട്ടൽ ഒഴിവുകളുണ്ട്. ഹൗസ് കീപ്പിംഗ്, കിച്ചൺ ഹെൽപ്പർ, വെയിറ്റർ, ക്ലീനർ എന്നിവർക്കെല്ലാം ഒഴിവുകളുണ്ട്. അവിദഗ്ധ തൊഴിലാളികൾക്ക് പ്രതിമാസം ഏകദേശം 1000 യൂറോ വരെ, അതായത് 87,948 രൂപ മുതൽ 1,09,000 രൂപ വരെ ശമ്പളം കിട്ടാം. മിക്ക ഹോട്ടലുകളും സൗജന്യ താമസവും ഭക്ഷണവും നൽകുന്നുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് സ്ലോവാക്യയിൽ ജോലി ചെയ്യുന്നതിന് എംപ്ലോയ്മെൻറ്റ് വിസയും വർക്ക് പെർമിറ്റും ആവശ്യമാണ്. ഇതിനായി ആദ്യം വിദേശത്തെ തൊഴിലുടമയിൽ നിന്ന് ജോലി വാഗ്ദാനം നേടുകയും അതിനുശേഷം BLS സ്ലോവാക്യ എംപ്ലോയ്മെൻറ്റ് വിസ ഫ്രം ഇന്ത്യ എന്ന പോർട്ടൽ വഴി വിസയ്ക്ക് അപേക്ഷിക്കുകയും വേണം. ഈ പോർട്ടലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ അറിയാനും അപേക്ഷിക്കാനും ഇനി പറയുന്ന പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അന്താരാഷ്ട്ര തൊഴിൽ പോർട്ടലാണ് ലിങ്ക്ഡിൻ ജോബ്സ് ഇൻ സ്ലോവാക്യ. യൂറോപ്യൻ യൂണിയൻ തൊഴിൽ ശൃംഖലയാണ് യൂറോപാസ് വർക്ക് ഇൻ സ്ലോവാക്യ. പിന്നെ റിക്രൂട്ട് ചെയ്യുന്ന പ്രധാന കമ്പനികൾ വോക്സ് വാഗൺ സ്ലോവാക്യ, കിയ സ്ലോവാക്യ, ജാഗൂർ, ലാൻഡ് റോവർ സ്ലോവാക്യ, ഷെഫ്ലർ സ്ലോവാക്യ, ബ്രോ സ്ലോവാക്യ, ലിയർ കോർപ്പറേഷൻ സ്ലോവാക്യ, ഫ്യൂറേഷ്യ സ്ലോവാക്യ, മോബി സ്ലോവാക്യ. ഈ കമ്പനികൾ നേരിട്ടും റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുടെയും നിയമനം നടത്താറുണ്ട്. SSLC+2 മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഡിപ്ലോമ ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങളുണ്ട്. ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാന അറിവാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ വെൽഡർ, CNC, ഇലക്ട്രീഷ്യൻ മേഖലകളിൽ അനുഭവ പരിചയമുണ്ടെങ്കിൽ ശമ്പളം കൂടും. ജോലി ലഭിച്ചാൽ കമ്പനി ആവശ്യമായ രേഖകളെല്ലാം നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാം. ചില തൊഴിലുടമകൾ താമസ സൗകര്യം ഒരുക്കുന്നുണ്ട്, ഭക്ഷണ സൗകര്യവും ഒരുക്കുന്നുണ്ട്, യാത്രാ സൗകര്യവും ഉണ്ടായിരിക്കും. പണം മുൻകൂർ ആവശ്യപ്പെടുന്ന ഏജൻസികളെ സൂക്ഷിക്കുക. ഓഫർ ലെറ്റർ പരിശോധിക്കുക.
കമ്പനി ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒഴിവുണ്ടോ എന്ന് ഉറപ്പാക്കണം. വിസ ലഭിക്കും എന്ന് ഉറപ്പില്ലാതെ വലിയ തുക നൽകരുത്. സ്ലോവാക്യ പോലുള്ള രാജ്യങ്ങളിൽ അവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപേക്ഷിക്കുന്നത് ഔദ്യോഗിക മാർഗങ്ങളിലൂടെ തന്നെ ആയിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ. നാളെ മറ്റൊരു യൂറോപ്യൻ രാജ്യത്തിലെ പുതിയ തൊഴിലവസരങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.